Hello everyone, welcome to another video of the basic level training program for choir directors. ഇന്നത്തെ ടോപ്പിക് ഒരു കമ്പൈൻഡ് പ്രാക്ടീസ് സെഷൻ എങ്ങനെ നടത്തണമെന്നുള്ളതാണ്. ആദ്യമേ പറയട്ടെ, ഈ ഒരു സെഷൻ ബേസിക് ലെവൽ ക്വയറുകളെ ഉദ്ദേശിച്ച് മാത്രമുള്ളതാണ്. അഡ്വാൻസ്ഡ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ക്വയർ ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ പാർട്ട് പ്രാക്ടീസ് ആയിട്ട് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മളെ സെക്ഷൻ ലീഡേഴ്സ് ആ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ക്വയർ തിരികെ വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് പാർട്ട് വെച്ച് നമുക്ക് കമ്പൈൻ ചെയ്ത് നോക്കാം. നോട്ട്സ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് രണ്ട് പാർട്ട് വെച്ച് കമ്പൈൻ ചെയ്ത് നോക്കാം. സുപ്രാനോ ഓൾട്ടോ നോക്കാം, അല്ലെങ്കിൽ സുപ്രാനോ ടെനർ നോക്കാം, അല്ലെങ്കിൽ ഓൾട്ടോ ബേസ് നോക്കാം, അല്ലെങ്കിൽ ടെനർ ബേസ് നമുക്ക് പാടി നോക്കാം. പാടി നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ്, അതായത് അവർക്കത് കറക്റ്റായിട്ട് പാടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പാർട്ട് പ്രാക്ടീസ് നടത്തിയതിന് ശേഷം മാത്രമേ കമ്പൈൻ ചെയ്യാൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാവൂ. ചില കേസിൽ നമ്മളത് പാടി വരുമ്പോൾ വീണ്ടും പാർട്ട് പ്രാക്ടീസ് ആവശ്യമാണെന്ന് തോന്നിയാൽ ഒരു മടിയും വേണ്ട, പാർട്ട് പ്രാക്ടീസിന് ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെ നമ്മൾ പുറത്തേക്ക് അയക്കുക, അതായത് പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് അയക്കുക. നോട്ട്സ് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ വീണ്ടും നമ്മൾ കമ്പൈൻ പ്രാക്ടീസ് നടത്താവൂ. തിരികെ വന്ന് നമ്മൾ ആ പാട്ട് ഒന്നുകൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ പാട്ട് അന്നത്തേക്ക് നമ്മളിനി നോക്കാൻ പാടില്ല. അടുത്ത ദിവസത്തെ പ്രാക്ടീസിന് വരുമ്പോൾ വീണ്ടും ഇതൊരു പാർട്ട് പ്രാക്ടീസ് നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കമ്പൈൻ ചെയ്യാവൂ. കമ്പൈൻ ചെയ്യുമ്പോൾ നാച്ചുറലി തലേ ദിവസത്തെ റിഹേഴ്സൽ അവർ ഓർത്തിരിക്കുകയും നമുക്ക് കമ്പൈൻ ചെയ്യാൻ എളുപ്പമായിരിക്കുകയും ചെയ്യും. അന്നത്തെ പ്രാക്ടീസിൽ കംപ്ലീറ്റ് പാട്ട് നമ്മൾ കമ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും കുറച്ച് പോർഷൻസ് മാത്രമേ നമ്മൾ കമ്പൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റിതം റീഡിങ് നിർബന്ധമായും നടത്തണം. ലിറിക്സ് കൃത്യമായി അത് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് റിതം റീഡിങ് നമുക്ക് വളരെയധികം സഹായിക്കും. റിപ്പീറ്റഡ് സിംഗിങ് ഓഫ് ദ ഹോൾ സോങ് നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യത്തില്ല. ഒരു പാട്ട് നമ്മൾ പഠിച്ചെങ്കിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഓരോ സെക്ഷൻസ് ആയിരിക്കും നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്.